Okay. So, National Ambient Air Quality Standards. Ambient air quality refers to the condition or quality of air surrounding us in the outdoors. ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് ആംബിയന്റ് എയർ എന്ന് പറഞ്ഞാൽ ഔട്ട്ഡോർ എയറിനെ പറ്റിയിട്ടുള്ളതാണ് ആംബിയന്റ് എയർ എന്ന് പറയുന്നത്, സറൗണ്ടിങ് എയർ. സോ അതിൻ്റെ സ്റ്റാൻഡേർഡ് ആണ് നാഷണൽ ആംബിയന്റ് എയർ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്, NAAQS എന്ന് ഷോർട്ട് ടൈമിൽ നമ്മൾ പറയും. National Ambient Air Quality Standards are the standards for ambient air quality set up by the Central Pollution Control Board that is applicable nationwide. So it air quality standard setup ചെയ്തിട്ടുള്ളത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡാണ്. And the CPCB has been conferred this power by the Air Act 1981. 1981 is the Air Act ആണ് ഇതിൻ്റെ മെയിൻ ആക്ട്. അതിൻ്റെ സബായിട്ട് വരുന്നതാണ് ഈ കാര്യങ്ങളൊക്കെ. Ambient air quality standard. So the Air Act was enacted by the central government with the objective of arresting the deterioration of air quality. Air quality എയർ ക്വാളിറ്റിയിലുള്ള ഡിറ്റീരിയേഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി സെൻട്രൽ ഗവൺമെന്റ് എനാക്ട് ചെയ്തിട്ടുള്ള ആക്ടാണ് എയർ ആക്ട് 1981. So the Air Act 1981 describes the main function of the Central Pollution Control Board. So what are the functions of Control Board, Pollution Control Board? To advise the central government on any matter concerning the improvement of the quality of the air, the prevention, control and abatement of air pollution, to plan and cause to be executed a nationwide program for the prevention, control and abatement of air pollution, to provide technical assistance and guidance to the State Pollution Control Board, to carry out the sponsor investigation and research related to prevention, control and abatement of air pollution, to collect, compile and publish technical and statistical data related to air pollution, and to lay down annual standards for the quality of the air. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് എയർ പൊല്യൂഷനായിട്ട് ബന്ധപ്പെട്ട് CPCB ചെയ്യേണ്ട കാര്യങ്ങൾ, അവരുടെ ഫങ്ഷൻസ്. അപ്പം അതിൽ ആനുവൽ സ്റ്റാൻഡേർഡ് ഓഫ് എയർ ക്വാളിറ്റി അതും CPCBയുടെ ഫങ്ഷനാണ്. So the mandate provided to the CPCB under the Air Act empowers it to set standards for the quality of air. The current national ambient air quality standards were notified on November 18, 2009. സോ ഇതാണ് ഒരു നാഷണൽ ആംബിയന്റ് എയർ ക്വാളിറ്റി സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞ സംഭവം. ഇതിൽ there is 12 pollutants, important pollutants and their concentration. So concentration for industrial, residential, rural and other areas and ecologically sensitive areas. അപ്പോൾ രണ്ട് ടൈപ്പ് കാറ്റഗറിയാണ് വരുന്നത്. ഒന്ന് ഇൻഡസ്ട്രിയൽ, റെസിഡൻഷ്യൽ, റൂറൽ ആൻഡ് അതർ ഏരിയാസ് എന്ന് വെച്ചാൽ നമ്മൾ താമസിക്കുന്ന സ്ഥലം, ഇൻഡസ്ട്രി ഏരിയ, അവിടെയൊക്കെ എല്ലായിടത്തും കോമൺ ആയിട്ട് ഒരു ഏരിയ. പിന്നെ എക്കോളജിക്കലി സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയാസ്, ഫോറസ്റ്റ് അല്ലെങ്കിൽ എക്കോളജിക്കലി പ്രിസർവ്ഡ് ആയിട്ടുള്ള ഏരിയാസ്, നാഷണൽ പാർക്ക്, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ അവിടെ വേറെയാണ്. ഇവിടെ മനുഷ്യന്മാർ കൂടുതൽ താമസിക്കുന്ന ഉപയോഗിക്കുന്ന സ്ഥലങ്ങൾ വേറെ. ഏതൊക്കെയാണ് പൊല്യൂട്ടൻസ്? സൾഫർ ഡൈ ഓക്സൈഡ്, NO2, particulate matter. അത് രണ്ട് സൈസ് ഉണ്ട്, 10 മൈക്രോമീറ്റർ സൈസ്, particulate matter 2.5. നമ്മളിതിനെ പറയാം PM10, PM2.5 എന്ന് പറയും. then ഓസോൺ, ലെഡ്, കാർബൺ മോണോക്സൈഡ്, അമോണിയ, ബെൻസീന്, ബെൻസോപൈറൈൻ, ആർസനിക്, നിക്കൽ. ഇതൊക്കെയാണ് നമ്മൾ പറയുക. അപ്പോൾ അതിന് ആനുവൽ ആൻഡ് 24 hour വാല്യൂ ആണ് നമുക്ക് കാണാൻ പറ്റുമ്പോൾ. സോ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആനുവൽ വാല്യൂ 50, 24 hour വാല്യൂ 80 in the first area എന്ന് വെച്ചാൽ ഇൻഡസ്ട്രിയൽ അല്ലെങ്കിൽ റെസിഡൻഷ്യൽ റൂറൽ ഏരിയ. ഓക്കെ, എക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയയിലാണെങ്കിൽ ഇതിൻ്റെ വാല്യൂ കുറച്ച് കുറവായിരിക്കും, 20 and 80. അപ്പോൾ ആനുവൽ ആവറേജ് വാല്യൂ ഉണ്ട്, 24 hour ആവറേജ് വാല്യൂ ഉണ്ട്. ഓസോണൊക്കെ എടുക്കുകയാണെങ്കിൽ 8 hour and 1 hour ആണ്. ഓക്കെ, കാർബൺ മോണോക്സൈഡ് 8 hour and 1 hour ആണ്. അപ്പോൾ ആനുവൽ അരിത്തമെറ്റിക് മീൻ ഓഫ് മിനിമം 104 മെഷർമെന്റ്സ് ഇൻ എ ഇയർ അറ്റ് എ പർട്ടിക്കുലർ സൈറ്റ് ടേക്കൺ twice a week
24 hourly at uniform intervals. പാനൽ അരിത്തമാറ്റിക് മീൻ ഫൈൻഡ് ഔട്ട് പറഞ്ഞാൽ ഒരു വീക്കിൽ 2 തവണ, അപ്പോൾ 52 വീക്ക്, 52 × 2 104 മെഷർമെന്റ് ഒരു സൈറ്റിൽ എടുക്കണം. അപ്പോഴാണ് ആനുവൽ ആവറേജ് മീൻ വരും. 24 hourly or 8 hourly or 1 hourly monitored values as applicable shall be complied with 98% of the time. ആൻഡ് നമ്മൾ 24 8 ഒക്കെ എടുക്കുമ്പോൾ അതിൻ്റെ ആവറേജ് വാല്യൂ പറഞ്ഞാൽ 98% ടൈമിലും വരുന്ന വാല്യൂ ആണ് വരിക. നമ്മൾ ക്യാരക്ടറിസ്റ്റിക് കംപ്രഷൻ സ്ട്രെങ്ത് ഓഫ് സിമെന്റ് എടുക്കുന്ന പോലെ തന്നെ ആണ് വരിക. എന്താണ് WHO ഗൈഡ് ലൈൻ? അങ്ങനെയൊക്കെ WHO ഗൈഡ് ലൈൻ ആകെ 5 മേജർ പൊല്യൂട്ടൻസിന്റെ ആണ് പറയുന്നത്. ഒന്ന് PM2.5, PM10, ഒന്ന് ഓസോൺ, പിന്നെ ഒന്ന് നൈട്രജൻ ഡയോക്സൈഡ്, സൾഫർ ഡയോക്സൈഡ്. അപ്പോൾ ഈ വാല്യൂസ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷേ നാഷണൽ ആംബിയന്റ് എയർ ക്വാളിറ്റി സ്റ്റാൻഡേർഡ് വാല്യൂസ് നിങ്ങളൊന്ന് നോക്കേണ്ടി വരും. Many countries have their own ambient air quality standards prescribed for their territories. The Clean Air Act in the US requires the Environment Protection Agency to set national ambient air quality standards. The two types of ambient air quality standards are identified in the Clean Air Act. Primary standards provide public health protection, including protecting the health of sensitive populations such as asthmatics, children, and elderly, and secondary standards provide public welfare protection, including protection against increased visibility and damage to animals, crops, vegetation. അപ്പോൾ US-ൻ്റെ നാഷണൽ ആംബിയന്റ് എയർ ക്വാളിറ്റി സ്റ്റാൻഡേർഡാണ് എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ഏജൻസി. അത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ ആണ്. അപ്പോൾ അതിൽ 2 ടൈപ്പാണ്, 2 സ്റ്റാൻഡേർഡ് പറയുന്നത്. ഒന്ന് പ്രൈമറി സ്റ്റാൻഡേർഡ് സെൻസിറ്റീവ് പോപ്പുലേഷൻസ് എന്ന് വെച്ചാൽ കൂടുതൽ വൾണറബിൾ ആയിട്ടുള്ള പോപ്പുലേഷൻ വേണ്ടിയിട്ടാണ്. ആസ്മ, എൽഡർലി, ചിൽഡ്രൻ ആയിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ആസ്മ ഉള്ള ആൾക്കാർ, അങ്ങനത്തെ ആൾക്കാർക്ക്. സെക്കൻഡറി സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ അതർ പബ്ലിക് ആൻഡ് അതർ പിന്നെ വിസിബിലിറ്റിൻ്റെ കാര്യങ്ങൾ, അനിമൽസിൻ്റെ ഡാമേജ്, ക്രോപ്പ് ഡാമേജ്, അങ്ങനത്തെ കാര്യങ്ങൾ സെക്കൻഡറി സ്റ്റാൻഡേർഡ്സ് ആണ്. പിന്നെ നാഷണൽ ആംബിയന്റ് എയർ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ഹാസ് ബീൻ സെറ്റ് ഓഫ് 6 പൊല്യൂട്ടൻ ഇൻ ദ US. അപ്പോൾ നമ്മൾ 12 പൊല്യൂട്ടൻസ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ 6 പൊല്യൂട്ടൻസ് ആണ് വരുന്നത്. ഒന്ന് കാർബൺ മോണോക്സൈഡ്, ലെഡ്, നൈട്രജൻ ഡയോക്സൈഡ്, ഓസോൺ, particle pollution, and sulfur dioxide. The European Union has also developed legislation on either air quality standards. The pollutants for which the standards are specified are PM2.5, sulfur dioxide, nitrogen dioxide, PM10, lead, carbon monoxide, benzene, ozone, arsenic, cadmium, nickel, polycyclic aromatic hydrocarbons. അപ്പോൾ ഇതൊക്കെയാണ് യൂറോപ്യൻ യൂണിയൻ്റെ കേസ്. അപ്പോൾ ഓരോ ഏരിയയിലും ഓരോ കൺട്രീസും എടുക്കുന്ന സ്റ്റാൻഡേർഡ് ഡിഫറെൻ്റ് ആണ്. So prior to the 2009, India had an air quality standard on 11 April 1994, and this was later revised on 14 October 1998. The 2009 standards further lowered the maximum permissible limits for 1994 ഉണ്ടായിരുന്നു, 98 റിവൈസ് ചെയ്തു. 2009 എത്തിയപ്പോൾ അതിൻ്റെ സ്റ്റാൻഡേർഡൊക്കെ ലോവർ ചെയ്തു, എന്ന് വെച്ചാൽ വാല്യൂ ഒക്കെ കുറച്ചു. അപ്പോൾ കുറച്ചും കൂടി സ്ട്രിഞ്ചൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റാൻഡേർഡിലേക്ക് നമ്മളെത്തി. ഫർദർ എ ന്യൂ നാഷണൽ എയർ ക്വാളിറ്റി ഇൻഡെക്സ് ഹാസ് ബീൻ ലോഞ്ച്ഡ് ഇൻ 2014 to disseminate information on air quality in an easily understandable form for the general public. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നാഷണൽ ആംബിയന്റ് എയർ ക്വാളിറ്റി സ്റ്റാൻഡേർഡിൻ്റെ ഒരു പ്രശ്നം,
it is not easily understandable for general public. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നാഷണൽ എയർ ക്വാളിറ്റി ഇൻഡെക്സ് എന്നുള്ളൊരു ടേം അല്ലെങ്കിൽ ഒരു ഒരു ടൂള് നമ്മൾ വികസിപ്പിച്ചത്. So next is National Air Quality Index, AQI. So it transforms complex air quality data of 8 pollutants into single number, uh, nomenclature and color. അപ്പോൾ നമ്മൾ ഇവിടെ എയർ ക്വാളിറ്റി ഇൻഡെക്സിൽ 8 ഇമ്പോർട്ടൻറ്റ് പൊല്യൂട്ടൻ്റ് എടുക്കുന്നത്. ആൻഡ് ദ വാല്യൂ we are taking the national ambient air quality standard values of 8 important air pollutants and we are converting into a single index value. Okay, National Air Quality Index was launched on 17 October 2014 to disseminate the information on air quality in an easily understandable form. Okay, the measurement of air quality is based on 8 pollutants. ഏതൊക്കെയാണ് 8 pollutants? PM10 എന്ന് വെച്ചാൽ particulate matter 10 micrometer size, particulate matter 2.5 micrometer size, NO2, SO2, carbon monoxide, ozone, ammonia, lead, for which short-term national ambient air quality standards are prescribed, and worst reading in these pollutants represent AQI of all density. It may be noted that ambient air quality standards has separately in India for around 12 pollutants, including the 8 that constitute the air quality index. ഞാൻ പറഞ്ഞു നാഷണൽ ആംബിയന്റ് എയർ ക്വാളിറ്റി സ്റ്റാൻഡേർഡ് 12 പൊല്യൂട്ടൻസിലാണുള്ളത്. അതിൽ 8 എടുത്തിരിക്കുന്നത് എയർ ക്വാളിറ്റി ഇൻഡെക്സിന് വേണ്ടിയിട്ട്. എയർ ക്വാളിറ്റി ഇൻഡെക്സ് ഹാസ് 6 കാറ്റഗറീസ്. അപ്പോൾ 6 കാറ്റഗറി ഉള്ളത്. ഒന്ന് ഗുഡ്, സാറ്റിസ്ഫാക്ടറി, then moderately polluted, then poor, very poor, and severe. The air quality values and corresponding ambient concentrations for the identified 8 pollutants are as follows. അപ്പോൾ എയർ ക്വാളിറ്റി കാറ്റഗറി എങ്ങനെയാണ്? 6 കാറ്റഗറികൾ: ഗുഡ്, സാറ്റിസ്ഫാക്ടറി, മോഡറേറ്റ്ലി പൊല്യൂട്ടഡ്, പുവർ, വെരി പുവർ ആൻഡ് സിവിയർ. അപ്പോൾ അതിന് ഓരോ കാറ്റഗറിയിലും വാല്യൂ 0 to ഫസ്റ്റ് ഗുഡ് ആണെങ്കിൽ 0 to 50, സാറ്റിസ്ഫാക്ടറി ആണെങ്കിൽ 51 to 100, മോഡറേറ്റ്ലി പൊല്യൂട്ടഡ് ആണെങ്കിൽ 101 to 200, പുവർ ആണെങ്കിൽ 201 to 300, വെരി പുവർ ആണെങ്കിൽ 301 to 400, സിവിയർ 401 to 500. അപ്പോൾ ഓരോ കാറ്റഗറിയിലും PM10 വാല്യൂ, PM2.5 വാല്യൂ, NO2 വാല്യൂ എത്ര, ഏത് ഓരോ പൊല്യൂട്ടന്റിനും എയർ ക്വാളിറ്റി ഇൻഡെക്സ് കാണും. ആ വാല്യൂ ഏത് റേഞ്ചിലായിരിക്കണം. അങ്ങനെയാണെങ്കിലാണ് നമ്മൾ ആ എയർ ക്വാളിറ്റി ഇൻഡെക്സ് ആ കാറ്റഗറിയിലേക്ക് വരിക. അപ്പോൾ എയർ ക്വാളിറ്റി ഇൻഡെക്സ് വാല്യൂസ് ആൻഡ് ദെയർ അസോസിയേറ്റഡ് ഹെൽത്ത് ഇമ്പാക്ട്സ്. അപ്പോൾ ഗുഡ് എയർ ക്വാളിറ്റി ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ മിനിമൽ ഇമ്പാക്റ്റ് ആണ്. സാറ്റിസ്ഫാക്ടറി എന്ന് പറയുമ്പോൾ മേ കോസ് മൈനർ ബ്രീത്തിങ് ഡിസ്കംഫർട്ട് ടു സെൻസിറ്റീവ് പീപ്പിൾ. വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ആസ്മാറ്റിക് പീപ്പിളിന് മൈനർ ബ്രീത്തിങ് ഡിസ്കംഫർട്ട് ഉണ്ടാക്കാം. മോഡറേറ്റ്ലി പൊല്യൂട്ടഡ് എന്ന് പറയുമ്പോൾ മേ കോസ് ബ്രീത്തിങ് ഡിസ്കംഫർട്ട് ടു പീപ്പിൾ വിത്ത് ലങ് ഡിസീസസ് such as asthma, discomfortable people with heart disease, children and older adults. Poor എന്ന് പറയുമ്പോൾ may cause breathing discomfort to people on prolonged exposure and discomfort to people with heart disease. Very poor may cause respiratory illness to the people on prolonged exposure. അപ്പോൾ ഹെൽത്തി പീപ്പിൾ ആണെങ്കിലും പ്രൊലോങ്ഡ് എക്സ്പോഷർ ആയി കഴിഞ്ഞാൽ റെസ്പിറേറ്ററി ഇൽനെസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. സിവിയർ എന്ന് പറയുമ്പോൾ മേ കോസ് റെസ്പിറേറ്ററി ഇമ്പാക്ട് ഈവൻ ഓൺ ഹെൽത്തിയർ പീപ്പിൾ ആൻഡ് സീരിയസ് ഹെൽത്ത് ഇമ്പാക്ട്സ് ഓൺ പീപ്പിൾ വിത്ത് ലങ് ഓർ ഹെർട്ട് ഡിസീസ്. അപ്പം അങ്ങനെയാണ് സിവിയറിറ്റി വരിക: ഗുഡ്, സാറ്റിസ്ഫാക്ടറി, moderately polluted, poor, very poor, severe. So air quality index is considered as one number, one color, one description for the common man to judge the air quality within the vicinity. The formulation of the index was an initiative under Swachh Bharat mission based on the recommendation of IIT Kanpur. Swachh Bharat mission അണ്ടറിൽ വന്നതാണ് എയർ ക്വാളിറ്റി ഇൻഡെക്സ് എന്നുള്ള വാല്യൂ. ആൻഡ് ഇറ്റ് ഇസ് കോൾഡ് ആസ് വൺ നമ്പർ, വൺ കളർ, വൺ ഡിസ്ക്രിപ്ഷൻ. അപ്പോൾ ഓരോ ഇൻഡെക്സിനും ഓരോ കളറും കൊടുക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് പുട്ട് ഫോർവേഡ് ബൈ IIT Kanpur and expert group. The earlier measuring index in this regard was limited to 3 indicators
അപ്പോൾ മുന്നേ ഉള്ളത് 3 ഇൻഡിക്കേറ്റർ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ അഡീഷണൽ ആയിട്ട് 5 ഇൻഡിക്കേറ്ററും കൂടി ആഡ് ചെയ്തു. Construction of the AQI. So based on the measured air quality concentration and corresponding standards, a sub-index is calculated. അപ്പോൾ ഓരോ പൊല്യൂട്ടനും ഒരു സബ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യും. എ സബ് ഇൻഡെക്സ് ഈസ് എ ലീനിയർ ഫംഗ്ഷൻ ഓഫ് കോൺസെൻട്രേഷൻ. അപ്പോൾ അതെങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുക? അതിൻ്റെ ഫോർമുലയൊക്കെ ഉണ്ട്. അപ്പോൾ അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, അത് ഞാൻ പറയാം. ഫോർമുല ഈസ് ദാറ്റ് അപ്പർ ലിമിറ്റ് ഓഫ് ദി പ്രീവിയസ് AQI കാറ്റഗറി ടു വിച്ച് ദ pollutant's current reading would have fallen. Current reading plus current reading minus upper limit of the previous reading category of the pollutant into width of the interval of the AQI category. അപ്പോൾ നമ്മൾ ഒരു ഒരു ടേബിൾ നമ്മൾ കണ്ടിരുന്നു. ഈ ടേബിൾ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഓക്കെ. Then the waste subindex reflects overall AQI. For instance, if the subindex of PM 2.5 is equal to 75, sulfur dioxide is equal to 63, NO2 is 38, then air quality index will be 75. എന്ന് വെച്ചാൽ ഏറ്റവും വലിയ വാല്യൂ, ഏറ്റവും വേസ്റ്റ് വാല്യൂ എടുക്കും. ഓക്കെ. Air quality index values can vary depending on the time of the day. AQI reflects the status of the worst pollutant in that city. AQI എന്ന് പറഞ്ഞാൽ ഏറ്റവും വേസ്റ്റ്, ഓരോ പൊല്യൂട്ടന്റിന്റെ എയർ ക്വാളിറ്റി ഇൻഡെക്സ് കാണും. അതിൽ ഏറ്റവും വേസ്റ്റ് ഏത് പൊല്യൂട്ടന്റാണ് കാണുന്നെങ്കിൽ ആ വാല്യൂ ആണ് എടുക്കുക. So even if the other 7, if higher reading in one city can be due to high concentration of PM, where is in some other city it may be due to SO2. അപ്പോൾ ചില സിറ്റീസിൽ PM ആയിരിക്കാം, പാർട്ടിക്കിൾ മാറ്റർ ആയിരിക്കാം, ചില സിറ്റീസ് സൾഫർ ഡയോക്സൈഡ് ആയിരിക്കാം, ചില സിറ്റീസിൽ NO2 ആയിരിക്കാം. ഈവൻ ഇഫ് ദ അതർ 7 pollutants have benign reading, if one pollutant is in the poor category, air quality will be in the poor category. അപ്പോൾ 8 പൊല്യൂട്ടൻസ് ഉണ്ട്, അതിൽ ഏതെങ്കിലും ഒരെണ്ണം മാത്രം പൂർ കാറ്റഗറിയിൽ വന്നു കഴിഞ്ഞാലും ഏതെങ്കിലും ഒരു പൂർ കാറ്റഗറിയിൽ വന്നു കഴിഞ്ഞാലും ആ കാറ്റഗറിയാണ് വരിക. The sub-indices for individual pollutants at a monitoring location are calculated മോണിറ്ററിംഗ് ലൊക്കേഷൻ ആണ് കാൽക്കുലേറ്റ് ജനറലി യൂസ് 24 hour ആണ് സാധാരണ എടുക്കുക. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞു ഫോർ കാർബൺ മോണോക്സൈഡ് ആൻഡ് ഓസോൺ ഇറ്റ് ഈസ് 8 hour. അപ്പോൾ അത് സാധാരണ 24 hour ആണ്. Overall, the 8 pollutants may not be monitored at all the locations, hence overall AQI is calculated only if the data are available for minimum 3 pollutants, out of which one should necessarily be either PM 2.5 or PM. അപ്പോൾ 8 pollutants ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം? We can take a minimum of 3, but one should be PM 2.5 or PM 10. പർട്ടിക്കുലർ മാറ്റർ പറഞ്ഞാൽ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് പൊല്യൂട്ടൻ്റ് ആണ് എന്നതാണ് അത് കാണിക്കുന്നത്. The sub-indices for monitored pollutants are calculated and disseminated even if data are for determining AQI. Further, a minimum of 16 hours data is considered necessary for calculating sub-index. നമ്മൾ അതൊക്കെയാണ് എയർ ക്വാളിറ്റി ഇൻഡെക്സിൻ്റെ കേസിൽ നമുക്ക് പറയാനുള്ളത്. ഇപ്പോൾ എയർ ക്വാളിറ്റി ഇൻഡെക്സ് ഒരു പവർഫുൾ ടൂളാണ്.